മുഹമ്മദിന് വേണ്ടി കൊല്ലാനും ചാവാനും തയ്യാറായ ജിഹാദികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബാക്കി വരുന്ന സ്ത്രീകളായിരുന്നു. മുഹമ്മദ് ആദ്യം തന്നെ അതിൽ നല്ല സ്ത്രീയെ തിരഞ്ഞെടുക്കും. സഹീഹ് ബുഖാരി നമ്പർ 335. മുഹമ്മദ് പറഞ്ഞു, എനിക്ക് മാത്രം ഇതെല്ലാം ഹലാലാണെന്ന്. ഇതിനു മുൻപുള്ള ആർക്കും ഇത് ഹലാലല്ലായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങളിൽ വളരെ വികൃതമായി, വളരെ മോശമായി ശത്രുക്കൾ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് സഫിയ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം. യഥാർത്ഥത്തിൽ പേര് യുക്തിവാദി എന്നായിരിക്കും. പക്ഷെ വിമർശനത്തിലോ ജീവിതത്തിലോ നയനിലപാടുകളിലോ യുക്തി എന്ന് പറയുന്ന സാധനം തന്നെ ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഫിയ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹത്തിൽ നിങ്ങൾക്ക് വിമർശിക്കാനുള്ളത്? ഒരു പെണ്ണിനെ അടിമയായിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ കൊണ്ടുവരുന്നു. ആ പെണ്ണ് പ്രവാചകന്റെ ഏറ്റവും കഠിന ശത്രുവായ ഒരു മനുഷ്യന്റെ മകളാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ ഏറ്റവും കഠിന ശത്രുവായ മറ്റൊരു മനുഷ്യന്റെ ഭാര്യയാണ്. ആ പെണ്ണിനെ റസൂലുള്ളാഹിന്റെ മുന്നിൽ കൊണ്ടുവരുന്നു. എന്താണ് റസൂലുള്ളാഹി ചെയ്യേണ്ടത്? ആ പെണ്ണിനെ തലകുത്തിയാൽ പറയും, കണ്ടോ റസൂലുള്ളാഹി തലകുത്തി എന്ന് പറയും. ഇനി ആ പെണ്ണിനെ ഒരു അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ഒരു പെണ്ണിന് ലോകത്തും ഇരുലോകത്തും ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ പദവിയായ ഉമ്മഹാത്തുൽ മുഅ്മിനീനിലേക്ക് ആ പെണ്ണിനെ കൊണ്ടുവന്നാലോ അപ്പോഴും പരാതി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊരു യുക്തിയാണിത്. പേര് യുക്തിവാദം എന്നാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഞാൻ ആ ചരിത്രം ഒന്ന് പറയാം. പലപ്പോഴും കല്യാണം, റസൂലുള്ളാഹിന്റെ കല്യാണത്തിൽ അതിന് തലയും വാലും ഉടലൊന്നും ഉണ്ടാവില്ല. അപ്പുറത്തും ഇപ്പുറത്തും ഒരു ഫ്ലാഷ്, ഒരു മൈക്രോ സെക്കൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ദീർഘമായ ചരിത്രത്തിൽ നിന്ന് ഒരു മൈക്രോ സെക്കൻഡ് ക്ലിപ്പ് മാത്രം എടുത്തിട്ട്, കണ്ടോ ഭാര്യ ഭർത്താവിനെ കൊന്നു, വാപ്പാനെ കൊന്നു, റസൂലുള്ളാഹി അപ്പം തന്നെ കെട്ടിക്കൊണ്ടുവന്നു, ഇത് കഴിഞ്ഞു കഥ. യഥാർത്ഥത്തിൽ എന്താണ് സഹോദരന്മാരെ സംഭവം? മദീനയിൽ ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട 3 ഗോത്രമാണ് ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നദീർ. ഈ ബനു നദീർ ഗോത്രത്തിൻ്റെ തലവനാണ് ഹുയയ് ഇബ്നു അഖ്തബ് എന്ന് പറയുന്ന തനിച്ച ജൂതനായ മനുഷ്യൻ. അയാൾ വലിയ പണ്ഡിതനായിരുന്നു, ജൂത പണ്ഡിതൻ. അയാൾ മാത്രമല്ല, അയാളുടെ സഹോദരന് വലിയ പണ്ഡിതനായിരുന്നു, അബൂ യാസിർ ബിൻ അഖ്തബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരുന്നു. അങ്ങനെ പ്രവാചകൻ മദീനയിലേക്ക് ഹിജ്റ വരുന്നുണ്ട് എന്ന് ഇവർ രണ്ടുപേർക്കും വിവരം കിട്ടുകയാണ്. റസൂലുള്ളാഹി ആദ്യം ഇറങ്ങിയത് ഖുബൈലാണ്. ഇവർ രണ്ടുപേരും ഹുയയ് ഇബ്നു അഖ്തബും അബൂ യാസിറും ഖുബൈലേക്ക് പോയി റസൂലുള്ളാഹിയുമായി കൊണ്ട് സംസാരിച്ചു. കാരണം അവർക്കറിയാം അവസാന കാലത്ത് ഒരു പ്രവാചകൻ വരാനുണ്ട്, അതും ഈ മദീനയിലേക്ക് വരുമെന്ന വിവരം അവർ പണ്ഡിതന്മാർ അവർക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചു, സംശയങ്ങൾ തീർത്തു. അവസാനം പ്രവാചകത്തെ മുദ്ര വരെ, റസൂലുള്ളാഹിന്റെ തോളിലുണ്ടായിരുന്ന റസൂലുള്ളാഹിന്റെ മുദ്ര വരെ അവർക്ക് കാണിച്ചു കൊടുത്തു. അവർക്ക് ഉറപ്പായി ഇതാ നബി തന്നെയാണ്. പക്ഷെ അംഗീകരിക്കാൻ നിർവാഹമല്ല, ജൂതന്മാരാണല്ലോ. അവർ ഒരു മഗ്രിബിൻ്റെ സമയത്ത് തിരിച്ചു വരാൻ സഫിയ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിക്കൊണ്ട് എൻ്റെ പിതാവ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വലിയ ആഹ്ലാദത്തിലായിരിക്കും. പക്ഷെ ഈ വരവിൽ വലിയ ആഹ്ലാദമൊന്നും പിതാവിനും പിതൃവിനും കാണുന്നില്ല. അപ്പോൾ സഫിയ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ എൻ്റെ പിതാവും പിതൃവിനും സംസാരിക്കുന്നതിന് കേൾക്കാൻ. എന്താ പിതാവിനോട് പിതൃവിൻ ചോദിക്കുന്നത്? ആ ഹുവ, ഇത് നമ്മൾ പറഞ്ഞ ആ ആൾ തന്നെയാണോ? ആ പ്രവാചകൻ തന്നെയാണോ ഇത്? പിതാവിൻ്റെ മറുപടി ഹുവ, ഇത് മൂപ്പരന്നെയാണ്, ഇത് ആ പ്രവാചകൻ തന്നെയാണ്. അപ്പോൾ പിതൃവ്യൻ ചോദിക്കുന്നു, ഇനി നമ്മളെന്താ ചെയ്യുക? അംഗീകരിക്കണമല്ലോ. അപ്പോൾ ഹുയയ് ഇബ്നു അഖ്തബ്, സഫിയ റളിയല്ലാഹു അൻഹയുടെ പിതാവ് പറഞ്ഞു, അദാവതുക മാ ബഖൈത്, അംഗീകരിക്കൂല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മൂപ്പരോട് ശത്രുവാണ് ഞാൻ. ഈ ഒരു ശത്രു സത്യം അംഗീകരിക്കാതിരിക്കാനുള്ള മനസ്സ്, പിതാവിൻ്റെ മനസ്സ് സഫിയ റളിയല്ലാഹു അൻഹ മനസ്സിൽ ഒന്ന് കോറി. ഇനി ചരിത്രത്തിലേക്ക് വീണ്ടും വരെ നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നു. ഇസ്ലാമിക ഭരണങ്ങളൊക്കെ ഇങ്ങനെ നിലവിൽ വന്നു. ജൂതന്മാർക്ക് നിക്കപ്പുറതിയില്ലാതായി. ഈ ഹുയയ് ഇബ്നു അഖ്തബ് മക്കയിലേക്ക് പോയി. അവിടെ അബൂ സുഫിയാനുണ്ട്, അതുപോലെ തന്നെ അത്ഫാൻ ഗോത്രക്കാരുണ്ട്. അതേപോലെ ബനു ഖുറൈളയുടെ നേതാവായ കഅബ് ബിൻ അസ്ദിൻ്റെ അടുക്കിലേക്ക് പോയി. ഇവർ കമ്മിറ്റി ഉണ്ടാക്കുകയാണ്.
എന്തിനു വേണ്ടി? റസൂലുള്ളാഹിനെ കൊല്ലണം, വേറെ നിർവാഹമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിൽ വെച്ച് വധിക്കണം. അതിന് പ്ലാനിങ് റെഡിയാക്കാൻ വേണ്ടി ഉഹയ്യ് ബിൻ അഖ്തബ് പോയി. അവസാനം പ്ലാനിങ് ഉണ്ടാക്കി. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമല്ല. അബൂ സുഫിയാനും മൂപ്പരും വിശ്വാസമല്ല, അതുപോലെ തന്നെ മൂപ്പർക്ക് അബൂ സുഫിയാനും വിശ്വാസമല്ല. അവസാനം കാബൻ്റെ കില്ല പിടിച്ചിട്ട് ഒക്കെ കാബൻ്റെ ചരിത്രത്തിൽ കാബിൻ്റെ കില്ലൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവർ സത്യം ചെയ്തു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിക്കൂലെന്ന് സത്യം ചെയ്തു എന്ന്. ആയിക്കോട്ടെ, അങ്ങനൊക്കെ സത്യം ചെയ്ത് പോന്നു. ഫിത്തന തുടങ്ങുകയാണ് മദീനയിൽ. കപടവിശ്വാസികൾ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗര്യ ജീവിതം തകർക്കുന്നു. മാത്രവുമല്ല, അവരുമായിക്കൊണ്ട് റസൂലുള്ളാഹി കരാറുണ്ടായിരുന്നു. ഖൈബറിൻ്റെ അല്ലെങ്കിൽ ആ ഖൈബറിൻ്റെ ഭാഗത്തിലൂടെ വരുന്ന ശത്രുക്കളെ നിങ്ങൾ തടുക്കണം, മദീനയെ സംരക്ഷിക്കണം. നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടെങ്കിൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും കരാർ. പക്ഷേ ഈ കരാർ അവർ ലംഘിച്ചു. റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടി പ്ലാനിങ് റെഡിയാക്കി. എത്രത്തോളം ചോദിച്ചാൽ ഈ ഉഹയ്യ് ബിൻ അഖ്തബ് എല്ലാ ദിവസവും 10,000 ഭടന്മാരെ തൻ്റെ ഖൈബർ കോട്ടയുടെ മുമ്പിൽ നിർത്തിയിട്ട് പറയും, മുഹമ്മദ് യഗ്സൂനന, മുഹമ്മദ് നമ്മളോട് യുദ്ധം ചെയ്യാൻ ധൈര്യമുണ്ടോ? ആൺകുട്ടിയാണ് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ വെല്ലുവിളിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിക്കപ്പുറതിയില്ലാതെ ഇവർ ഫിത്ന ഉണ്ടാക്കണം മദീനയിൽ. അവർ കരാർ ലംഘിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് സൈനിക നീക്കം നടത്തി. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കയ്യിൽ പതാക കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ പ്രവാചകന്മാരെയും ഇസ്ലാമിൻ്റെ യുദ്ധങ്ങളെ വിമർശിക്കുന്ന ആളുകൾ അറിയണം, ഈ ഏറ്റവും വലിയ നെറുകേട് റസൂലുള്ളാഹിനെ കാണിച്ച് റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി പ്ലാനിങ് ഇട്ട ആളുകളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അലി ബിൻ അബി താലിബിൻ്റെ കയ്യിൽ പതാക കൊടുത്തിട്ട് റസൂലുള്ളാഹി എന്താ പറയുന്ന അറിയോ? സുമ്മ ദഉഹും ലിൽ ഇസ്ലാം. അലി, നീ ചെന്നിട്ട് വേഗം യുദ്ധം തുടങ്ങാൻ പാടില്ല. അവരുടെ കോട്ടക്കടുത്ത് എത്തി നീ ഇറങ്ങിയാൽ അവരെ സ്നേഹത്തോടുകൂടി ഇസ്ലാമിലേക്ക് നീ ക്ഷണിക്കണം, അവർക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ഇസ്ലാം അവർ സ്വീകരിച്ചാൽ ഫവല്ലാഹി അല്ലാ അൻ യഹ്ദിയ ബില്ലാഹു ബിക റജുലൻ ഖൈറുൽ ലക മിൻ അൻ യകുന ഹുംറുൻ നഅം. ഈ അവരോട് യുദ്ധം ചെയ്ത് ഒരു ചുവന്ന ഒട്ടകം നിനക്ക് ഗനീമത്ത് കിട്ടുന്നതിനേക്കാൾ നല്ലത് അവരുടെ ഇതിൽപ്പെട്ട ഒരാളെങ്കിലും നിന്റെ കൈകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി അലിക്ക് നിർദ്ദേശം കൊടുക്കാൻ. പക്ഷെ അവർ സ്വീകരിച്ചില്ല. അലി റളിയല്ലാഹു അൻഹു ക്ഷണിച്ചു, അവർ സ്വീകരിച്ചില്ല. അവർ അഹങ്കാരം കാണിച്ചു. അവസാനം യുദ്ധം നടന്നു. ഖൈബർ കോട്ട മുസ്ലിങ്ങൾ കീഴടക്കി. ആ ഖൈബർ കോട്ട കീഴടക്കിയപ്പോൾ ആ ഖൈബറിലെ ഭരണാധികാരിയായിരുന്ന കിനാനയുടെ ഭാര്യയായിരുന്നു സഫിയ റളിയല്ലാഹു അൻഹ. ആ സഫിയ റളിയല്ലാഹു അൻഹ സ്വാഭാവികമായി കൊണ്ടും പിടിക്കപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആരാ സഫിയ റളിയല്ലാഹു അൻഹ? റസൂലുള്ളാഹിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ ഉഹയ്യ് ബിൻ അഖ്തബിൻ്റെ മകളാണ്, കിനാനയുടെ ഭാര്യയാണ്. സഹാബത്തിന് വേണമെങ്കിൽ അവരെ വധിച്ചു കളയാം, കാരണം ഒരു ശത്രുവിൻ്റെ ഭാര്യയും ശത്രുവിൻ്റെ മകളുമാണ്. സഹാബത്ത് ചെയ്തില്ല. ഇസ്ലാമിൽ ചെയ്യാൻ പാടില്ല. പെണ്ണുങ്ങളെ യുദ്ധത്തിൽ വധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് സഫിയ റളിയല്ലാഹു അൻഹ പിടിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെട്ടു. സഫിയ റളിയല്ലാഹു അൻഹയുടെ രണ്ട് കല്യാണങ്ങൾ അതിന് മുമ്പ് കഴിഞ്ഞിരുന്നു. മൂന്നാമത്തെ ഭർത്താവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കടന്നു വരുന്നത്. ഒന്ന് സല്ലാം എന്ന് പറയുന്ന മനുഷ്യനാണ്. ഉഹയ്യ് ബിൻ അഖ്തബിൻ്റെ വലിയ അടുത്ത ആളായിരുന്നു. പക്ഷേ മദീനയ്ക്ക് പുറത്തു പോകാൻ പാടില്ല എന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അവസാനം സല്ലാം സഫിയ റളിയല്ലാഹു അൻഹ ഒഴിവാക്കി. പിന്നെ കല്യാണം കഴിച്ച ആരെ അറിയോ? ഖൈബറിൽ വെച്ച് റസൂലുള്ളാഹിക്ക് വിഷം കൊടുത്ത സൈനബ് ബിൻത്ത് ഹാരിസ് എന്ന് പറയുന്ന മനുഷ്യനാണ് സഫിയ റളിയല്ലാഹുവിൻ്റെ ആദ്യത്തെ ഭർത്താവ്. സഫിയ റളിയല്ലാഹുവിനെ തലാഖിലിട്ട് കല്യാണം കഴിച്ചത്. രണ്ടാമത്തെ ഭർത്താവ് കിനാനയാണ്. കിനാനയുമായിട്ട് സഫിയ റളിയല്ലാഹു അൻഹ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വപ്നം കാണാൻ. തൻ്റെ ഭർത്താവിൻ്റെ മടിയിൽ കിടന്നുറങ്ങാണ് സഫിയ റളിയല്ലാഹു അൻഹ. ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം. എന്താണ് സ്വപ്നം? യസ്രിബിൻ്റെ ഭാഗത്ത് അഥവാ മദീനയുടെ ആ ഭാഗത്തിരുന്നൊരു പൂർണ്ണ ചന്ദ്രൻ വന്നിട്ട് സഫിയ റളിയല്ലാഹുവിൻ്റെ മടിയിലേക്ക് അങ്ങോട്ട് വീഴുന്നു. ഇതാണ് സ്വപ്നം. തൻ്റെ സ്വപ്നം തൻ്റെ ഭർത്താവുമായിട്ട് പങ്കുവച്ചു. ഭർത്താവ് ചോദിച്ചു, അവർ സ്വപ്ന വ്യാഖ്യാനത്തിൽ അറിയുന്ന ആളുകളായിരുന്നു, യസ്രിബിലെ മലിക്കിനെ വിവാഹം കഴിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് മുഖത്തൊരടി കൊടുത്തു സഫിയ റളിയല്ലാഹുവിൻ്റെ. അവിടെ മുഖത്ത് മുറിയായിപ്പോയി. പ്രവാചകൻ്റെ ജീവിതത്തിൽ സഫിയ റളിയല്ലാഹു റസൂൽ ചോദിക്കുന്നുണ്ട്, ഇതെന്താ അടി കിട്ടിയതെന്ന്. അപ്പോഴാണ് സഫിയ റളിയല്ലാഹു സംഭവം അനുസ്മരിക്കുന്നത്. ഇതും സഫിയ റളിയല്ലാഹുവിൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ പിടിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ യുദ്ധ പിന്നെ സംഗതികളും അതുപോലെ തന്നെ അടിമകളൊക്കെ ഉണ്ട്. അതിൽ സ്ത്രീകളുണ്ട്, അതുപോലെ തന്നെ പുരുഷന്മാരുണ്ട്, ബന്ദികളൊക്കെ ഉണ്ട്.
പ്രവാചകൻ അവരുടെ ആരുടെയും ഭാഗത്തേക്ക് പോയി നോക്കിയിട്ടില്ല. ഒരുപാട് അടിമകളുണ്ട്, ഏതാപ്പം നല്ല ചുറുക്കുള്ള പെണ്ണ് ഒന്ന് കെട്ടാനെന്ന് വിചാരിച്ച് ഈ വിമർശകന്മാരുടെ മനസ്സൊന്നും റസൂലുള്ളാഹിക്കില്ല. റസൂലുള്ളാഹിന്റെ ഭാഗത്തേക്ക് തന്നെ പോയി നോക്കിയില്ല. അപ്പോഴാണ് ദിഹിയ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് വരുന്നു. നബി, എനിക്കൊരു അടിമനെ വേണം. നബി പറഞ്ഞു, നിങ്ങളെടുത്തോളൂ. അങ്ങനെ ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു, ഈ സഹാബിയാരാൻ സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും സുമുഖനായ സൗന്ദര്യമുള്ള സഹാബിയായിരുന്നു ദിഹിയത്തുൽ കൽബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എടുത്തോ. അങ്ങനെ ദിഹിയത്തുൽ കൽബി സഫിയ റളിയല്ലാഹുവിനെ എടുത്തു. അപ്പോഴും നബി വിവരം അറിയണില്ല. ഈ കൂട്ടത്തിൽ സഫിയ റളിയല്ലാഹുവിന് ഉണ്ടെന്ന് വിവരം പോലും അപ്പോൾ നബി അറിയണില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സഹാബി വന്നിട്ട് നബിനോട് പരാതി പറയും, യാ നബി അല്ലാഹ് അഅതൈത ദിഹിയ സഫിയ. അല്ല നബിയെ, നിങ്ങൾ സഫിയ റളിയല്ലാഹുവിന് സഫിയയെ ദിഹിയക്ക് കൊടുത്തല്ലോ. വഹിയ ബിൻതു ഹുയൈ ബിൻ ഹുയൈ സയ്യിദു ഖൗമിഹി. ഈ സഫിയ ആരാന്നറിയോ നിങ്ങൾക്ക്? റസൂലുള്ളാഹിനോടാ പറയുന്നത്. ഈ സഫിയ ആരാ നിങ്ങൾക്കറിയോ? ഹുയൈ ഗോത്രത്തിൻ്റെ തലവനായ ഹുയൈൻ്റെ മകളാണ്. ആ ഗോത്രത്തിൻ്റെ തലവനായ ഹുയൈൻ്റെ മകളാണ്. വസൗജത്തു കിനാന മലിക്ക് ഖൈബർ. ഖൈബറിലെ രാജാവായിരുന്ന കിനാനയുടെ ഭാര്യയാണിവർ. അതുകൊണ്ട് ഒമാ തറാഹ തസുലുലി ദിഹിയ. ആ സഫിയ റളിയല്ലാഹു അൻഹ ഒരിക്കലും ദിഹിയക്ക് യോജിക്കൂല നബിയെ. വലാ തസ്ലുഹു ഇല്ലാ ലക. അതുകൊണ്ട് നിങ്ങൾ അവരെ സ്വീകരിക്കണം. റസൂലുള്ളാഹി അങ്ങോട്ട് വന്ന് മണ്ടി വാരി വലിച്ചെടുത്തതല്ല. അങ്ങനെയാണ് ചില ആളുകൾ വിമർശകന്മാർ അറിയാറുള്ളത്. ഭർത്താവിനെ കൊന്ന്, അതുപോലെ തന്നെ സഹോദരനെ കൊന്ന്, ബാപ്പാനെ കൊന്ന് എങ്ങനെ എടുത്തു. നിങ്ങൾ ആലോചിക്കണം, ഇതാണ് ചരിത്രം. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് സഹാബിമാർ പറയാണ്, നബിയെ നിങ്ങൾ സഫിയ റളിയല്ലാഹുവിനെ ഏറ്റെടുക്കണം. ഫലോ അഖത്തഹ ജാരിയതൻ ലക. ഇനി നിങ്ങൾ കല്യാണം കഴിക്കുന്ന മടങ്ങി ഒരു അടിമയായിട്ടെങ്കിലും നിങ്ങൾ എടുക്കി നബിയെ. കാരണം ഒരിക്കലും ദിഹിയക്ക് സഫിയ റളിയല്ലാഹുവിനെ യോജിക്കുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യേണ്ടത്? ഈ വിമർശകന്മാർ പറയുകയാണ്, എന്ത് നബി എന്ത് ചെയ്യണം? അവരെ വധിക്കണോ അതല്ല ഏറ്റെടുക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ആലോചിച്ചു. മാത്രമല്ല സഫിയ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പരയിൽപ്പെട്ട ആളാണ്. ഇവിടെ ഫൈസൽ മൊഴി സംസാരത്തിൽ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ എല്ലാ ഭാര്യമാരും പ്രവാചക കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. ഹാറൂൻ നബിയുടെ കുടുംബത്തിൽപ്പെട്ട പരമ്പരയിൽപ്പെട്ട ആളാണ് സഫിയ റളിയല്ലാഹു അൻഹ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിതൃവിനായിട്ട് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മാന്യമായിട്ടാണ് സഫിയ റളിയല്ലാഹുവിനോട് പെരുമാറിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, റസൂലുള്ളാഹിനെ കൊല്ലാൻ പ്ലാനിട്ട രണ്ട് മനുഷ്യന്മാരുടെ മകളും അതുപോലെ തന്നെ ഭാര്യയാണ്. നബിക്ക് വേണമെങ്കിൽ അവരെ തല കൊത്താമായിരുന്നു. പ്രവാചകൻ ചെയ്തില്ല. വളരെ മാന്യമായി റസൂലുള്ളാഹി സ്വീകരിച്ചു. നബി നിങ്ങളുടെ ഒരു സഫിയ എന്ന് പറഞ്ഞോ? ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ചോയ്സ് കൊടുത്തു, രണ്ട് ഓപ്ഷൻ. എന്താണ്? ഇഖ്താരി, നിനക്ക് രണ്ട് കാര്യം നിന്റെ മുമ്പിലുണ്ട്, അത് രണ്ടിൽ ഇഷ്ടം നിനക്ക് തിരഞ്ഞെടുക്കാം. ഫൈൻ ഇഖ്തർത്തിൽ ഇസ്ലാം അംസക്തുക നഫ്സി. നീ മുസ്ലിമാകാം. ഒന്നുകിൽ നീ മുസ്ലിം ആയിക്കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയായിക്കൊണ്ട് ഞാൻ നിന്നെ സ്വീകരിക്കാം. ഇനി അതല്ല, നീ യഹൂദ മതത്തിൽ തന്നെ, ഫൈൻ ഇഖ്തർത്തിൽ യഹൂദിയ, നീ യഹൂദ മതത്തിൽ തന്നെ അവിടെ നിൽക്കുകയാണെങ്കിൽ ഫഅസ അൻ ഉഅതിഖകി ഫതൽഹഖി ബിഖൗമികി, ഞാൻ നിനക്കൊരു പ്രതികാര നടപടി സ്വീകരിക്കൂല. നിന്നെ ഞാൻ സ്വതന്ത്രയാക്കും, നിൻ്റെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞേക്കും. എത്ര മാന്യമായ പ്രതികരണം! നിൻ്റെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞേക്കും. വൈൻ അഖംതി അലാ ദീനിക ലം ഉക്രിഹികി, നീ നിൻ്റെ ദീനിൽ യഹൂദമതത്തിൽ തന്നെ ഉറച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ഇസ്ലാമാകാൻ നിർബന്ധിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ റളിയല്ലാഹു അൻഹയോട് പറയാൻ, വൈൻ അഖത്തില്ലാഹ വറസൂലഹു ഫഹു ഖൈറുൽ ലക്കി, എന്നാൽ അള്ളാഹുവിനെയും റസൂലുള്ളാഹിനെയും തിരഞ്ഞെടുത്ത് ഇസ്ലാമാകലാണ് നിനക്ക് ഏറ്റവും നല്ലത് സഫിയ എന്ന് പ്രവാചകൻ സഫിയ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. അപ്പോൾ എന്താ സഫിയ റളിയല്ലാഹുവിൻ്റെ മറുപടി? എൻ്റെ ബാപ്പാനെ കൊന്ന്, എൻ്റെ സഹോദരനെ കൊന്ന്, എൻ്റെ ഭർത്താവിനെ കൊന്ന് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എന്നെ കിട്ടൂല എന്ന് സഫിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ വിമർശകന്മാരുടെ വിമർശനത്തിൽ തരുമ്പെങ്കിലും ന്യായമുണ്ടെന്ന് വെക്കരുത്. എൻ്റെ ബാപ്പാനെ കൊന്നാളല്ലേ, എൻ്റെ സഹോദരനെ കൊന്നാളല്ലേ, എൻ്റെ ഭർത്താവിനെ കൊന്നാളല്ലേ എന്നൊരു വാക്ക് സഫിയ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞെന്താ അറിയോ? അഖ്താറുല്ലാഹ വറസൂലഹു, ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയുമാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ സഫിയ റളിയല്ലാഹു അൻഹ
റസൂലുള്ളാഹിനെ ഇങ്ങോട്ട് തിരഞ്ഞെടുക്കുകയാണ്. മനസ്സിലാക്കണം, സഫിയ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയെ തിരഞ്ഞെടുക്കുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഭാര്യയായിക്കൊണ്ട് സ്വീകരിക്കുന്നു. ഇനിയോ, അപ്പോൾ ചില ആളുകൾക്ക് സംശയം, ഒരു പെണ്ണിൻ്റെ ഭർത്താവ് മരിച്ചു, ഇന്നലെയാണ് മരിച്ചിട്ടല്ലുള്ളൂ, 4 മാസവും 10 ദിവസവും ഇദ്ദരിക്കണ്ടേ? 4 മാസവും 10 ദിവസവും ഇദ്ദുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഒപ്പം കൂട്ടിയത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട്, ഇദ്ദ കഴിയാൻ കാത്തിരുന്നു. എന്താണ് യുദ്ധത്തിൽ പിടിക്കപ്പെട്ട അടിമയായ ഒരു പെണ്ണിൻ്റെ ഇദ്ദ എത്രയാണ്? അത് വിമർശകന്മാർ ആദ്യം മനസ്സിലാക്കണം. അവരുടെ ഒരു ആർത്തവഘട്ടം കഴിയുക, ഇസ്തിബ്രാഉർ റഹിം എന്നാണ് ഫിഖഹിൻ്റെ ഭാഷയിൽ പറയുക. അവരുടെ ഗർഭാശയം ശുദ്ധമാണ് എന്ന് തെളിയിക്കപ്പെടണം. അഥവാ മുൻ ഭർത്താവിൽ നിന്ന് അവർക്ക് കുഞ്ഞുണ്ടായിട്ടില്ല എന്ന് തെളിയിക്കപ്പെട്ടാൽ അവരുടെ ഇദ്ദ കഴിഞ്ഞു, അഥവാ ഒരു മെൻസസ് പീരീഡ് കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. പക്ഷേ അവരുടെ ആ സന്ദർഭത്തിൽ പ്രവാചകരുടെ കൂടെ താമസം ആരംഭിച്ചിട്ടില്ല. അവരുടെ ഇദ്ദ കഴിയാൻ വേണ്ടി റസൂലുള്ളാഹി കാത്തിരുന്നു. ആരെയാണ് ഏൽപ്പിച്ചത്? റസൂലുള്ളാഹി അവിടെ ഉണ്ട്, യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയായ ഉമ്മു സലൈമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു. ഹദീസിൽ ഇതൊക്കെ ഉണ്ട്, ഞാൻ ഹദീസൊന്നും വായിക്കണില്ല. എന്തിനു വേണ്ടി? ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വതഅത്തു ഫീ ബൈത്തിയ, ഉമ്മു സലൈമിൻ്റെ വീട്ടിൽ, ഉമ്മു സലൈമിൻ്റെ അടുക്കൽ സഫിയ റളിയല്ലാഹു അൻഹ ഇദ്ദരിക്കട്ടെ. അങ്ങനെ ഇദ്ദയിരുന്നു. അവരുടെ ഇദ്ദ അവസാനിച്ചു, അവരുടെ ആർത്തവമൊക്കെ കഴിഞ്ഞു. സദ്ദുർ റൗഹാ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഖൈബറിൽ നിന്ന് 9 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അവിടെ ജൂതന്മാർക്ക് കുറച്ച് താമസിക്കുന്ന സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ചുകൊണ്ട് സഫിയ റളിയല്ലാഹു അൻഹയുമായി വീട് കൂടാൻ ആഗ്രഹിച്ചു. പക്ഷെ സഫിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വേണ്ട, ഇത് അപകടം പിടിച്ച സ്ഥലമാണ്. കാരണം ഇത് ജൂതന്മാർ താമസിക്കുന്ന സ്ഥലമാണ്. ജൂതന്മാരുടെ സ്വഭാവം ജൂത കുടുംബത്തിൽപ്പെടുന്ന സഫിയ റളിയല്ലാഹു അൻഹയ്ക്ക് നല്ലോണം അറിയാം. റസൂലുള്ളാഹിനെ ചാൻസ് കിട്ടിയാൽ കൊല്ലാൻ നിൽക്കുകയാണ് അവർ. അതുകൊണ്ട് നബിക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് നമുക്ക് താമസം ആരംഭിക്കാം. റസൂലുള്ളാഹി അംഗീകരിച്ചു. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫിയ റളിയല്ലാഹു അൻഹയുമായി കൊണ്ട് വിവാഹ ജീവിതം ആരംഭിച്ചു. അവിടെ ഹൈസ് എന്ന് പറയുന്ന ഈത്തപ്പഴവും അതുപോലെ തന്നെ ചീസും നെയ്യും ഒക്കെ കൂട്ടിയിട്ട് പലഹാരങ്ങളുണ്ടാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വലീമയും കൊടുത്തു. അങ്ങനെ അവസാനം അത് കഴിഞ്ഞ് ഇനിയുള്ള യാത്ര, ഇതുവരെ സഫിയ നബി ഒന്നിച്ചല്ല, ഇനി അവിടെ നിന്നുള്ള യാത്ര നബിയും സഫിയ റളിയല്ലാഹു അൻഹയും ഒന്നിച്ചാണ്. അപ്പോൾ റസൂലുള്ളാഹി മുട്ടിങ്ങനെ കുത്തി നിന്ന് സഫിയ റളിയല്ലാഹു അൻഹയ്ക്ക് കയറാൻ വേണ്ടിയിട്ട് കാലൊക്കെ വെച്ചു കൊടുത്തു. അങ്ങനെ സഫിയ റളിയല്ലാഹു അൻഹയെ ഒട്ടകപ്പുറത്ത് കയറി മദീനയിലേക്ക് യാത്ര തിരിക്കുന്നു. ഇതിലെന്താ കുഴപ്പമുള്ളത്? ഇത് വിമർശകന്മാർ പറയുന്ന വിമർശനത്തിൽ എന്ത് വസ്തുതയാണുള്ളത്? സഫിയ റളിയല്ലാഹു അൻഹയുടെ ഇത് അവസാനിച്ചിട്ടുണ്ട്. പ്രവാചകൻ ഒരിക്കലും അവരെ നിർബന്ധിച്ചിട്ടില്ല. ഇനി മാത്രമല്ല, ഒരു അടിമയായി റസൂലുള്ളാഹിന്റെ മുന്നിലെത്തിയ ആ പെണ്ണിനെ, ഒരു പെണ്ണിന് ഇരുലോകത്തും ലഭിക്കാവുന്ന ഏറ്റവും അത്യുന്നതമായ പദവിയായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പദവിയിലേക്ക് ആ സഫിയ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി കൈപിടിച്ചു കൊണ്ടുവന്നതാണോ വിമർശകന്മാർക്കുള്ള ന്യായം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊരു യുക്തിയാണ് ഈ വിവാഹത്തെ വിമർശിക്കുന്ന ആളുകൾക്കുള്ളത്. ഇനി മനസ്സിലെങ്കിലും സഫിയ റളിയല്ലാഹു അൻഹയ്ക്ക് റസൂലുള്ളാഹിനോട് തൻ്റെ ബാപ്പാനെയും അതുപോലെ തന്നെ കൊന്ന ആളോടുള്ള ദേഷ്യം മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ, ജൂതന്മാരെ നമുക്കറിയാം, റസൂലുള്ളാഹിനെ വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടി പ്ലാനിട്ട ആൾക്കാരാണ് ജൂതന്മാർ. സഫിയ റളിയല്ലാഹുവിൻ്റെ അടുത്തല്ലേ റസൂൽ താമസിക്കുന്നത്? ഒരു വിഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, റസൂലുള്ളാഹിക്ക് പോയിസൺ തെറ്റുന്ന സാധനം ഭക്ഷണത്തിലിട്ടിട്ട് റസൂലുള്ളാഹിക്ക് കൊടുത്താൽ പോരായിരുന്നോ? സഫിയ റളിയല്ലാഹു കൊടുത്തിട്ടില്ലല്ലോ. റസൂലുള്ളാഹി മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ എല്ലാ ഭാര്യമാരുണ്ട്, സഫിയ റളിയല്ലാഹുവിനെയും അടുത്തുണ്ട്. മഹദിയായ സഫിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വേദന ഞാൻ മനസ്സിലാക്കുന്നു. ആ വേദന എനിക്കായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്കില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പ്രതിവദിച്ചത്? വല്ലാഹി ഇന്നഹാ ലസാദിഖ, പടച്ച റബ്ബ് തന്നെയാണ് സത്യം, സഫിയ റളിയല്ലാഹു അൻഹ സത്യമാണ് ആ പറഞ്ഞത്. അവർക്ക് റസൂലുള്ളാഹിയോടുള്ള സ്നേഹം അതിഗാഢമായിരുന്നു, ഒരു കപടതയുമില്ലാത്ത ആളായിരുന്നു, സ്നേഹമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വിമർശകന്മാർക്കിതിൽ യാതൊരു കഴമ്പുമില്ല. അവരുടെ മനസ്സിൻ്റെ കുഴപ്പവും അതുപോലെ തന്നെ അവരുടെ മനസ്സിലാക്കിയ ചില തത്വങ്ങളുടെയും വൈകൃതങ്ങളുടെയും ഒക്കെ ചില തോന്നിവാസങ്ങളുടെയും കുഴപ്പമാണ്.
മുത്തനബി എന്ന് പറയുന്ന അറബി കവിക്കൊരു പ്രസിദ്ധമായ കവിത ഉണ്ട്. എന്താ കവിതയുടെ അർത്ഥം? ഒരു മനുഷ്യന് രോഗം മൂലം തൻ്റെ വായ കയ്പുള്ളതാണെങ്കിൽ അയാൾ കുടിക്കണതൊക്കെ കയ്പുള്ളതെത്തുന്നുള്ളൂ. എത്ര മധുരമുള്ള വെള്ളം കുടിച്ചാലും അയാൾ പറയും ഇത് ഭയങ്കര കയ്പാണ്. റസൂലുള്ളാഹിന്റെ ഇത്ര സുന്ദരമായ, റസൂലുള്ളാഹിയേക്കാൾ സൗന്ദര്യം, ജീവിതത്തിൽ സൗന്ദര്യം കാണിച്ചു തന്നത് ഒരു മനുഷ്യന് ലോകത്തില്ല. ആ റസൂലുള്ളാഹിന്റെ സുന്ദരമായ മധുരമേറിയ ജീവിതം ഇവർക്ക് കൈപ്പേറി തോന്നുന്നുണ്ടെങ്കിൽ വൈദ്യരെ നിങ്ങൾ സ്വയം ചികിത്സിക്കൂ എന്ന് മാത്രമേ നമുക്കതിൽ വിഷയത്തിൽ മറുപടി പറയാനുള്ളൂ. അതാണ് സഹോദരന്മാരെ ഈ വിഷയത്തിലുള്ളത്. അതുകൊണ്ട് ഒരു സംഗതിയും ഒരു വിവാഹത്തിലും റസൂലുള്ളാഹിന്റെ വിമർശിക്കാൻ വിമർശകന്മാർക്കൊന്നുമില്ല. സഫിയ റളിയല്ലാഹു അൻഹയും പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക.